ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രോഹിത്തെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയില്ലേ? എല്ലാം എഴുതി കൊടുത്തപ്പോ ഓർക്കണമായിരുന്നു. ആരുടെ ഒട്ടകം? ഞങ്ങളാണോ ഒട്ടകം? ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്കല്ലാതെ ആർക്കാണ് എഴുതി തരേണ്ടത്? ഇപ്പൊ ഇവിടെ ഒട്ടകം നിങ്ങളാ. ഇറങ്ങിക്കോണം രണ്ടു ഇവിടുന്ന്. ഇതൊന്നും നടന്നു കിട്ടിയാ മതിയായിരുന്നു. നടക്കുന്നല്ലേ പയ്യൻ പറഞ്ഞത്. ചീട്ടിങ് നോട്ടെ. ഒന്നേ 10 വരും അല്ലേ? അതെ. ഒന്നേ 40 ഉണ്ട്. 30 പലിശ. പോയി വാങ്ങിച്ചോണ്ടോ. അതെ അതെ, ഒന്ന് സ്വർണം വിറ്റുപോവും, ഒന്നും കയ്യിൽ കിട്ടില്ല എന്നുള്ള നിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കണ്ടിട്ടാണ് ഞാനിപ്പോ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ച് കേട്ടാ. ഇനി സ്വർണം കയ്യിലേക്ക് കിട്ടുമ്പോ ഭാര്യയുടെ കെട്ടുതാലിയാണ് കല്യാണ മോതിര എന്നുള്ള സെന്റിമെന്റ് ഡയലോഗ് അടിച്ചിട്ട് എന്റെ മുന്നിലേക്ക് വരരുത്. മനസ്സിലായോ? ആ, സ്വർണം വിലക്കെടുത്ത് എന്റെ കാശ് വരും, അത് വാങ്ങിച്ചിട്ട് പൊക്കോളണം. അതെങ്ങനെയാണല്ലോ. ആ പിന്നെ ഞാൻ ഇവിടെ തന്നെ കാത്തിരിപ്പുണ്ടാവും. നിന്റെ സ്ഥിരം ഉടായിപ്പ പരിപാടിയൊന്നും ഇവിടെ കാണിക്കണ്ട, അറിയാലോ എന്നെ. അത് പിന്നെ പ്രത്യേകം പറയണം. എന്നാ പിന്നെ പണം അടിച്ച് സ്വർണ്ണം എടുത്തിട്ട് വാ. അതെ, വേഗം വരണേ. ആ, ഇതെന്താ നീ ഇവിടെ വന്ന് അലക്കുന്നേ? വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ലേ? ഓ, എല്ലാവരുടെയും കൂടി ഇട്ട് അലക്കുന്ന കൂട്ടത്തില് എന്റെയും കൊച്ചിന്റെയും ഡ്രസ് ഇട്ട് അലക്കണ്ട. അതെന്താ? ഇവിടെയുള്ളവർക്ക് എന്താ വല്ല മാറാരോഗം ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്റെയും കൊച്ചിന്റെയും ഡ്രസ്സ് ഒരല്പം വൃത്തിയിലും വെടുപ്പിലും എടുക്കണമെന്നുണ്ട്. എന്നാ പിന്നെ നിനക്ക് സത്യയുടെ ഡ്രസ്സ് കൂടി എടുത്തുകൂടായിരുന്നോ? അവൾക്ക് നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. സത്യയുടെ ഡ്രസ്സ് അലക്കാനും തേക്കാനും ഒക്കെ സത്യയുടെ കളക്ടർ അമ്മ ഉണ്ടല്ലോ. അലക്കിയാലും തേച്ചാലൊന്നും കളക്ടറുടെ കൈ കിടക്കുന്ന സ്വർണ്ണവളയ്ക്ക് മങ്ങലൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, നിങ്ങൾ ചേട്ടത്തി അനീതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാ കുട്ടികളെ പിടിച്ച് അതിനിടയ്ക്ക് ഇടുന്നത്? എന്തിനിങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്? വേർതിരിവ് കാണിക്കുന്നത് ഞാനല്ല, സത്യമ്മ തന്നെയാ. ഞാനോ? ഞാനെന്ത് വേർതിരിവ് എന്റെ കൊച്ചിനോട് കാണിച്ചു? ദേ ശ്യാമേ, 2 കുട്ടികളും എനിക്കൊരുപോലെയാ. 2 കണ്ണോട് ഞാൻ ഇന്ന് വരെ അവരെ കണ്ടിട്ടുമില്ല. സത്യമ്മേ, അവരിങ്ങോട്ട് വരുന്നതിന് മുൻപേ സത്യമ്മ ഈ വേർതിരിവ് കാണിച്ചിട്ടുണ്ട്. പപ്പി മോളെ എല്ലാം വന്ന് എന്നോട് പറയുമായിരുന്നു. സത്യയെ കാണാനായിട്ട് സത്യമ്മ സ്കൂളിൽ പോയിട്ടില്ലേ? വളയും മാലയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ? ആ വിവരം അറിഞ്ഞ് എന്റെ പപ്പിമോള് സത്യമ്മയോട് മാലയുടെയും വളയുടെയും കാര്യം പറഞ്ഞപ്പോ നിനക്ക് നിന്റെ അച്ഛനും അമ്മ വാങ്ങി തരുമെന്നല്ലേ സത്യമ്മ പറഞ്ഞത്? കുഞ്ഞു മനസ്സിൽ കള്ള ഇല്ലാത്തോണ്ടാ പപ്പിമോൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് വരെ ഈ കാര്യം സത്യമ്മയോട് ചോദിച്ചിട്ടില്ലല്ലോ. കാരണം അതിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഇവിടെ വെച്ച് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോ എന്റെ മോള് പപ്പി ഓടി വന്ന് സത്യമ്മയുടെ മടിയിലിരുന്നത് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ പപ്പിയെ മടിയിൽ നിന്ന് മാറ്റി സത്യയെ പിടിച്ചിരുത്തിയതൊന്നും ഞാൻ മറക്കില്ല സത്യമ്മേ. എന്റെ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാലും ഞാൻ മറക്കില്ല. കാരണം എന്നെങ്കിലും ഒരിക്കലും ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കൊരു അവസരം ഉണ്ടാവും, അത് ഉറപ്പാ. ആ ഒരു വിശ്വാസത്തിലാ ഞാനിപ്പോ നടക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളിൽ വെച്ചോണ്ടായിരുന്നോ നീ ഈ സംസാരിക്കുകയും സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്? ഇങ്ങനെ പോയാ എന്തുറപ്പില്ല നീ വെച്ച് വിളമ്പി തരുന്ന ആഹാരമൊക്കെ ഞങ്ങൾ കഴിക്കുന്നത്. വല്ല വിഷവും വെച്ച് തരില്ലെന്ന് ആര് കണ്ടു? സത്യമേ, ഉള്ളിൽ ഇത്രയും വിഷം വെച്ചോണ്ട് നടക്കുന്നവർക്ക് അതിനും പറ്റും. എടാ രോഹിത്തെ, ഇവളെ ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഇവളെ വെച്ച് നോക്കുമ്പോ ആ ശാലിനി എത്ര പാവാ. പക്ഷെ ഇവള് നിനക്ക് ഉപകാരമൊന്നുമില്ലെങ്കിലും വഴക്കുണ്ടാക്കുന്ന കാര്യത്തിലും ഏഷണി പറയുന്ന കാര്യത്തിലും നിനക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഇവൾ ഓർത്തു വെച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയണോ? സത്യമേ,
കാര്യം ശരിയാ. വാ പോയ കോടാലിയാ. എന്തെങ്കിലുമൊക്കെ വാ പൂട്ടാതെ പറഞ്ഞോണ്ടേയിരിക്കും. എന്നാലും ചില കാര്യങ്ങൾ അവള് പറയുന്നത് ശരിയല്ലേ? ഓ അത് ശരി. നിന്നെ എടുത്തു വളർത്തി ഇത്രയൊക്കെ ആക്കിയപ്പോ നിനക്ക് നിന്റെ ഭാര്യ പറയുന്നതാണ് ശരിയല്ലേ? ഈ സത്യമ്മ പറയുന്നൊക്കെ തെറ്റാണല്ലേ? അല്ല സത്യമേ, ഞാൻ മനസ്സിലായടാ, മനസ്സിലായി. കാര്യങ്ങളുടെ റൂട്ടൊക്കെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അച്ചിയുടെ വാക്കും കേട്ട് അച്ഛനെയും അമ്മയും തല്ലാൻ വരുന്ന മക്കൾക്ക് ഈ യുഗത്തിലെന്നല്ല ഓരോ യുഗത്തിലും ഗതി പിടിക്കില്ല. എന്തൊക്കെയാ നീ ചെയ്തത്? രക്ഷപ്പെട്ടില്ലല്ലോ. എന്താ കാരണം? ഇത് തന്നെയാ കാരണം. രോഹിത്തെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയില്ലേ? എല്ലാം എഴുതി കൊടുത്തപ്പോ ഓർക്കണമായിരുന്നു. ആരുടെ ഒട്ടകം? ഞങ്ങളാണോ ഒട്ടകം? ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്കല്ലാതെ ആർക്കാണ് എഴുതി തരേണ്ടത്? ഇപ്പൊ ഇവിടെ ഒട്ടകം നിങ്ങളാ. ഇറങ്ങിക്കോണം രണ്ടു ഇവിടുന്ന്. ഇത് എന്റെ വീടാ, എന്റെ ഭർത്താവ് വെച്ച വീട്. ഇവിടെ എന്നെ ചീത്ത പറയുന്നവരാരും നിക്കണ്ട. ആട്ടി ഇറക്കണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം. കൈവിട്ടു പോയത് തിരിച്ചു നേടുന്നതിന്റെ അഹങ്കാരം കൊണ്ട് പറയുന്നൊന്നുമല്ല. ഒരു ദ്രോഹവും ഞാനായിട്ടുണ്ടാക്കിയിട്ടൊന്നുമില്ല. എല്ലാം വന്നു ചേർന്നതാ. ഉപേന്ദ്രൻ വന്നതും ബിസിനസ് ചെയ്തതും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൂട്ടു ബിസിനസ്സിൽ പങ്കുകൊള്ളേണ്ടി വന്നതുമെല്ലാം സത്യാമ്മയുടെ നിർദ്ദേശത്തോടെ തന്നെയായിരുന്നു. പിന്നെ എനിക്കൊരു തെറ്റുപറ്റി. അതിന് പ്രായശ്ചിത്തമായിട്ട് അത് ഞാൻ എഴുതി തരികയും ചെയ്തു. എന്തായാലും മറ്റൊരു കൂര ഒപ്പിക്കുന്നതുവരെ, ഒരാശ്രയം കാണുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതുവരെ ഒന്ന് ക്ഷമിക്കുക, സഹിക്കുക. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ശമേ, വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? രോഹിത്തെ, ഇതെന്താ ഈ 170 രൂപ? അത് 3 നോട്ടീസ് വിട്ടതിന്റെ വെച്ചിട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഓ, ഇനിയോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കത്തിയല്ലേ ഇത്? കൊടുവാളാ, കൊടുവാള്. ഓ, നമുക്കും കേറി ചെന്ന് കാര്യം പറഞ്ഞാലോ? അമ്മാനെയും വിളിക്കാന്നല്ലേ പറഞ്ഞത്? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. വിളിച്ചില്ലെങ്കിൽ നമുക്ക് കയറി ചെല്ലാം. ഇവനിതകത്തുനിന്നെടുക്ക്, പുറത്തേക്ക് ഇടേണ്ട സമയമില്ലോ. കേറി നോക്കണോ? അവൻ അത്രയ്ക്കങ്ങട് നമ്പാൻ കൊള്ളില്ല. ബാഗിന്റെ തറ വരെ തുറന്നു പോകാൻ എടുക്കുള്ളവനാ. കേറി നോക്കാം.